ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ജെന്യുവനായിട്ടുള്ള ആഗ്രഹങ്ങൾ അതെന്ത് തന്നെ ആയാലും എത്രയും പെട്ടെന്ന് എല്ലാം തന്നെ ഭഗവാൻ നടത്തി തരട്ടെ. ഇതാണ് നിങ്ങൾക്കുള്ള എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കാണുന്നത് ഈ ഒരു തേർഡ് പാർട്ടി അതാരായാലും അവർ വളരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വളരെയധികം സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരെക്കുറിച്ച് ഗോസിപ്പൊക്കെ പറയുന്നത് ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ്. പരദൂഷണമൊക്കെ പറയുന്നത് ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇവിടെ നടക്കുന്ന കാര്യം അപ്പുറത്ത് പോയി പറയുക, അവിടെ നടക്കുന്ന കാര്യം ഇവിടെ പറയുക, ഇതൊക്കെയാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇവരെ തന്നെ പുറമെ മറ്റുള്ളവരുടെ മുൻപിൽ കാണിച്ചിരിക്കുന്നത് ഇവർ വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ്. അതാണ് ഇവരെ പുറമേ കാണിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ നല്ലതാണ് ഇവർ ചിന്തിക്കുന്നത്, ഇവർ നല്ലത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഇവർ മറ്റുള്ളവരുടെ മുൻപിൽ ഇവരെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി മുഖംമൂടിയാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മുഖംമൂടി വെച്ച ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തി അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഇവർ വളരെയധികം കള്ളം പറയുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. വളരെ കണ്ണിങ് ആയിട്ടുള്ള, വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു വ്യക്തിയാണിത്. അതായത് ഇവർ പുറമേ കാണിക്കുന്നതൊന്നും, എന്നാൽ ഇവരുടെ യാഥാർത്ഥ്യം മറ്റൊന്നുമാണ്. പക്ഷേ പതിയെ പതിയെ ഇവരുടെ കള്ളങ്ങൾ എല്ലാം തന്നെ പുറത്തു വരുന്നു, അല്ലെങ്കിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ യാഥാർത്ഥ്യം മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവരിപ്പോൾ കുറച്ച് അസ്വസ്ഥത ആണ് കാണിക്കുന്നത്. ആ ഒരു രീതിയിലുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവർക്ക് ചില രീതിയിലുള്ള മെൻ്റൽ ഡിസ്റ്റർബൻസസ്, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് മറ്റുള്ളവർ ഇവരുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് വന്നതാണത്. നിങ്ങളുടെ ജീവിതം തകർക്കുന്നതിനായിട്ട് പോലും ഇവർ ഒരുപാട് റിസ്ക് എടുത്തതായിട്ട് കാണാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തു. ഇവർ പലരുമൊത്ത് ഗൂഢാലോചനകൾ പോലും നടത്തി, ഇവർക്ക് കൂട്ടാളികളായിട്ട് നിൽക്കുന്ന ചില വ്യക്തികളുമൊത്ത്. പക്ഷേ അതൊന്നും തന്നെ വിജയിച്ചില്ല. അതായത് അവർ വിചാരിച്ച രീതിയിൽ ഇപ്പോൾ വിജയിക്കുന്നില്ല എന്നാണ് കാണുന്നുണ്ട്. പാസ്റ്റിൽ വിജയിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഇപ്പോൾ ആ ഒരു ഗൂഢാലോചനകളൊന്നും വിജയിക്കുന്നില്ല. കാരണം ഇവർക്ക് കൂട്ടാളികളായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഇവരുടെ വാക്കുകൾ ഇപ്പോൾ അങ്ങനെ അങ്ങ് കേൾക്കുന്നില്ല. കാരണം ഇവർ പറയുന്ന ഗോസിപ്പ് കേട്ടിട്ട് മറ്റുള്ളവരോടൊക്കെ ചെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ വ്യക്തികളുടെ ഇൻട്രസ്റ്റ് നിങ്ങളിൽ നിന്നും മറ്റെന്തിലൊക്കെയോ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി, ഈ ഒരു തേർഡ് പാർട്ടി പറയുന്നത് ആ വ്യക്തികൾ ഇപ്പോൾ കേൾക്കുന്നില്ല എന്നാണ് കാണുന്നത്. ആ രീതിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ഇവർക്ക് ഇപ്പോൾ തോന്നുന്നത് ഇവരുടെ ജീവിതത്തിൽ നിങ്ങളൊരു പ്രോബ്ലം ആണ് എന്നാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നത്. ഇവർ കരുതിയത് പതിയെ പതിയെ നിങ്ങളുടെ പാർട്ട്ണറിനെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് റിച്വൽസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളിൽ നിന്നും അകറ്റാമെന്നായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും മാറ്റാമെന്നായിരുന്നു ഇവർ ചിന്തിച്ചിരുന്നത്. നിങ്ങളെ തന്നെ നശിപ്പിച്ച് കളയാം എന്നൊക്കെയായിരുന്നു ഇവർ ചിന്തിച്ചിരുന്നത്. ആ രീതിയിലുള്ള നെഗറ്റീവ് ക്രിയകൾ പോലും ഇവർ ചെയ്തിരുന്നതായിട്ട് കാണാം. പക്ഷേ അതിലൊന്നും തന്നെ പൂർണ്ണമായിട്ടും ഇവർ വിചാരിച്ച രീതിയിൽ ഇവർക്ക് ജയിക്കാനും സാധിച്ചില്ല. ഏതൊക്കെയോ രീതിയിൽ അത് ഫെയിലായി പോയതായിട്ട് കാണാം. കൂടാതെ അവർക്ക് അവരുടെ കണ്ണുകളിൽ നിങ്ങളൊരു പ്രശ്നമാണ്, അവർക്കൊരു വിലങ്ങ് തടിയാണ്, ആ ഒരു രീതിയിലാണ് അവർക്ക് തോന്നുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ മോശമായി ഒന്നും സംഭവിക്കാത്തത്, ആ ഒരു രീതിയിലൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവർ ഇത്രയും ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷവും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷവും, ബ്രെയിൻ വാഷ് ചെയ്തതിന് ശേഷവും, ഇത്രയൊക്കെ ചെയ്തതിന് ശേഷവും എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും മോശമായി സംഭവിക്കുന്നില്ല, നിങ്ങളിൽ വളർച്ച മാത്രമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഈ രീതിയിലൊക്കെയാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്. ആ രീതിയിലുള്ള എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എനർജി എനിക്കിവിടെ കാണുന്നത് നിങ്ങളിൽ ചിലർ വളരെ സ്പിരിച്വലാണ് എന്നാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് നിങ്ങളിലൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നതായിട്ട്, നിങ്ങൾ കടന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആ രീതിയിലുള്ള ചില പവേഴ്സ് ഇതിനകം ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിലുണ്ടായത് ചിലപ്പോൾ ഒരു ഹീലിംഗ് പവറാകാം, അല്ലെങ്കിൽ
നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ ഇതിനകം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാകണം. അതുപോലെ നിങ്ങളിൽ സ്പിരിച്വൽ നോളജ്, ആ രീതിയിലുള്ള അറിവുകൾ ഒക്കെ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ കൂടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളിൽ പലരും മന്ത്രജപങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും മന്ത്രം നിങ്ങൾ ജപിക്കുന്നുണ്ടാകാം. ആ മന്ത്രത്തിൻ്റെ എനർജി ഇതിനകം ആക്ടിവേറ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ചിലർ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അതിൻ്റെയൊക്കെയും ആ ഒരു എനർജി ഷീൽഡ് അല്ലെങ്കിൽ ആ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലാതെ മാസങ്ങളോ ആഴ്ചകളോ കൊണ്ടുള്ള ഒരു എനർജി അല്ല. ചിലർ ഒരുപാട് വർഷങ്ങളായിട്ട് മന്ത്രജപങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക കാര്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും പ്രാർത്ഥനകളോ ഒക്കെ നടത്തുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു ഉപദേശം നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഗുരുക്കന്മാർ നൽകിയതോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ചെയ്യുന്നതുമാകാം. പക്ഷേ ആ ഒരു മന്ത്രത്തിൻ്റെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു പ്രെയറിൻ്റെ ആ ഒരു എനർജി ഇതിനകം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു മന്ത്രജപം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന് ഇവിടെ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സംരക്ഷണം ഇതിനകം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു തെറ്റുകളും അല്ലെങ്കിൽ അപകടങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. നിങ്ങളെ അതൊന്നും തന്നെ ബാധിക്കുകയുമില്ല. അതാണ് ഇന്നിവരെ അലട്ടുന്നതും. അതായത് എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കണ്ണിലെ ഒരു കരടായിട്ടാണ് അവർക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അസ്വസ്ഥതയും ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഇപ്പോഴത്തെ ചിന്തകളും അവരുടെ ഇപ്പോഴത്തെ തോന്നലുകളുമെല്ലാം. ഇനി നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ തീവ്രമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവരെന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ആക്ഷൻ എടുക്കണം, ഇനി ഇങ്ങനെ പോയാൽ സാധിക്കില്ല, മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ തീരുമാനമെടുത്താലേ മതിയാവുകയുള്ളൂ, ഞാൻ സംസാരിച്ചാലേ മതിയാവുകയുള്ളൂ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവർ വീണ്ടും രണ്ടാമതും മൂന്നാമതും വീണ്ടും ഇരുന്ന് ചിന്തിച്ച് ഇവരുടെ തീരുമാനങ്ങൾ മാറ്റുന്നതായിട്ട് കാണാം. അതെന്തുകൊണ്ടാണ് എന്ന് അറിയില്ല. ഈ ഒരു വ്യക്തി സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർ വീണ്ടും രണ്ടാമതൊന്നും കൂടെ ചിന്തിക്കുന്നുണ്ട് വേണോ എന്നുള്ളത്. അതുപോലെ നിങ്ങൾ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഫോൺ വിളിക്കാനൊക്കെ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യാനൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് ചെയ്തിട്ട് അവർ വേണ്ട എന്ന് വെക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവർ ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങളെ നോക്കിയിട്ട് വീണ്ടും ബ്ലോക്ക് ആക്കുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള, അതായത് രണ്ട് മനസ്സ് ഉള്ളതുപോലെയാണ് തോന്നുന്നത്. ഇവർക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ഇവരതിന് കുറച്ച് കഴിയുമ്പോൾ എന്തൊക്കെയോ ചിന്തകൾ വന്നിട്ട്, ഒരുപക്ഷെ ബ്രെയിൻ വാഷിംഗ് ആകാം അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ആകാം, എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ രണ്ടാമത് വീണ്ടും വേണ്ട എന്ന് വെക്കുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇവിടെ വ്യക്തമല്ല. ഈ ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിച്ചാൽ ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഇവരിലുണ്ട്. ഈ രീതിയിലുള്ള വലിയ കൺഫ്യൂഷനിലാണ് ഇപ്പോഴും നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഉള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു സമയത്ത് ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തത്. അതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതായത് അവർക്ക് ക്ലാരിറ്റിയോടുകൂടി ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു ഡിവൈൻ ടൈമിങ് ഇതുവരെയും ആയിട്ടില്ല. അവർ ചിന്തിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്, ആക്ഷൻ എടുക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയം അവർ ചിന്തിക്കുകയാണ്, അല്ലാതെ ആക്ഷൻ എടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. കാരണം ഈ ഒരു വ്യക്തിയുടെ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഹാർട്ട് ചക്ര പൂർണ്ണമായിട്ടും ഹീലായിട്ടില്ല. ആ ഒരു ടോക്സിക് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ മേൽ എന്തൊക്കെയോ പ്രഷറും ഭാരങ്ങളും ഒക്കെ ഇപ്പോഴും അവർ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വീണ്ടും കൺഫ്യൂഷനിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ്റെ എനർജി എന്ന് പറയുന്നത് പണ്ടത്തേക്കാൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാത്തതോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാത്തതോ ആകാം. ഇവർ ആക്ഷൻ എടുക്കാത്തതിന് ഇവിടെ കാരണങ്ങളുണ്ട്. കാരണം ഈ റീഡിങ് കാണുന്ന പല ആൾക്കാരും ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ വ്യക്തികളാകാം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ആയവരാകാം, അല്ലെങ്കിൽ വിവാഹം കഴിയാത്തവരാകാം. ഈ വിവാഹം കഴിയാത്തവർ ബ്രേക്കപ്പിൽ കൂടി എല്ലാ രീതിയിലും കടന്നു പോയവരാകാം. ആ രീതിയിലുള്ള പല രീതിയിലുള്ള സിറ്റുവേഷനിൽ കുടുങ്ങി നിൽക്കുന്നവരാണ് നിങ്ങൾ.
കാസ്റ്റ് കൾച്ചർ ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ ഏജ് ഗ്യാപ്പ് ആകാം, അതും അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാകാം, വിവാഹം വരെ എത്തിയിട്ട് പ്രശ്നങ്ങളായിട്ട് മുടങ്ങിപ്പോയതാകാം, അതുപോലെ ഉള്ള എന്തെങ്കിലും ആകാം. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് പ്രതീക്ഷ ഉള്ളതായിട്ടാണ് കാണുന്നത്. പ്രതീക്ഷ ഉള്ളതുപോലെ തന്നെ ഇവർക്ക് ഭയവുമുണ്ട്. പ്രതീക്ഷ എന്ന് പറഞ്ഞത് നിങ്ങളുമൊത്ത് വിവാഹം നടക്കും, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ വീണ്ടും പഴയതുപോലെ ആ ഒരു കണക്ഷൻ ആകും എന്നുള്ളതാണ്. അതേസമയം ഇവർക്ക് പേടിയുമുണ്ട്. അതായത് ഈ ഒരു ബന്ധം പഴയതുപോലെ ആയില്ലെങ്കിലോ എന്നുള്ള ഒരു പേടിയുമുണ്ട്. ഈ രീതിയിലുള്ള കൺഫ്യൂഷൻ ഏതൊക്കെയോ രീതിയിൽ ഇവരിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കാണുന്നത്, ഈ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു പേടി നിങ്ങൾക്കുമാകാം. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഭയമാകാം. അതായത് ഈ ഒരു വ്യക്തി എന്നെ കല്യാണം കഴിക്കുമോ, സെപ്പറേഷനിലാണെങ്കിൽ ഈ ഒരു വ്യക്തി എന്നെ വിളിക്കുമോ, ഞാൻ സംസാരിച്ചാൽ ഈ ഒരു വ്യക്തി എന്നെ മനസ്സിലാക്കുമോ, മറ്റുള്ളവരുടെ മാനിപ്പുലേഷനിൽ തന്നെ നിൽക്കുമോ, എന്നെ മനസ്സിലാക്കുമോ, പഴയതുപോലെ ആകുമോ, നല്ലതുപോലെ പോകാൻ കഴിയുമോ, വീണ്ടും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഭയം നിങ്ങളുടെ ഉള്ളിലുമാകാം. ഈ ഒരു വ്യക്തി ആക്ഷൻ എടുക്കുമോ ഇല്ലയോ, എനിക്ക് നീതി ലഭിക്കുമോ ഇല്ലയോ, ഈ ഒരു വ്യക്തി മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നത് നിർത്തിയിട്ട് അയാളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമോ, ഞാൻ ചെയ്യുന്നത് പോലെയുള്ള ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ എനിക്കും നൽകുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. അതുപോലെ ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുടെ പിടിയിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയുമോ, ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും റിലീസായി പോകുമോ. നിങ്ങളാണ് ഈ തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ്റെ എനർജിയിൽ നിൽക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ഡൗട്ടിൻ്റെ എനർജിയിൽ നിന്നും പുറത്ത് കടക്കേണ്ടതുണ്ട്. ഇതാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഡൗട്ടിൻ്റെ എനർജിയിൽ നിൽക്കരുത്, സംശയത്തിൻ്റെ എനർജിയിൽ നിൽക്കാതെ അവിടെ നിന്നും പുറത്തിറങ്ങാനാണ് പറയുന്നത്. നമ്മൾ എന്താണോ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ കൂടുതലായിട്ട് പറയുന്നത്, അതായിരിക്കും. ഡൗട്ടാണെങ്കിൽ വീണ്ടും നമ്മളുടെ ജീവിതത്തിൽ കൂടുന്ന ഡൗട്ടായിരിക്കും. സങ്കടമാണെങ്കിൽ സങ്കടമായിരിക്കും കൂടുന്നത്. ഏത് എനർജിയാണോ നമ്മൾ കൂടുതലായിട്ട് നമ്മളിൽ വരുത്തുന്നത്, അത് തന്നെയായിരിക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഡൗട്ടിൻ്റെ എനർജിയിൽ നിൽക്കാതെ ഇരിക്കാനാണ്, അതിൽ നിന്നും പുറത്ത് കടക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഈ ഒരു സമയം പറയുന്നത്. നിങ്ങൾ എത്ര നാൾ ഈ ഒരു ഡൗട്ടിൻ്റെ എനർജിയിൽ നിൽക്കുന്നുവോ, നിങ്ങൾ അത്രയും നാൾ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഈ ഒരു വ്യക്തിയിലേക്കും നിങ്ങൾ കൊടുക്കുന്നത് ഇതേ ഡൗട്ടിൻ്റെ എനർജിയാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങളെ ഈ ഒരു എനർജിയിൽ നിന്നും ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങളെ തന്നെ പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാനും പോകുന്നത്. അതായത് നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഒരു കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന ഏതൊക്കെ പ്രശ്നങ്ങളായാലും അവിടെയൊക്കെയും കാലതാമസങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. ഇത് ഒരു അലേർട്ട് മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം നിങ്ങൾ ആ ഒരു സംശയങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു കൺഫ്യൂഷനിൽ നിന്നും പുറത്ത് വരാത്തിടത്തോളം കാലം ഈ ഒരു വ്യക്തിക്കും ഒരു വ്യക്തത ലഭിക്കുകയില്ല. ഈ ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷനാണ്, യൂണിവേഴ്സ് നൽകുന്ന ഒരു കൺഫർമേഷനാണ്. അതായത് ഈ ഒരു റീഡിങ്ങിൽ കൂടി നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ജസ്റ്റിസ്, അതായത് നീതി ലഭിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അവരും നിങ്ങളെ ട്രീറ്റ് ചെയ്യും. നല്ല രീതിയിൽ അവർ കമ്മിറ്റ്മെൻറ്റ് തരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരും. പക്ഷേ നിങ്ങൾ ആ ഒരു കൺഫ്യൂഷനിൽ നിന്നും പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. ആ ഡൗട്ടിൻ്റെ എനർജി, ആ ഒരു എനർജിയെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹീൽ ചെയ്ത് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഈ വ്യക്തിയോ ഈ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ആ ഒരു ഡൗട്ടിൻ്റെ എനർജിയിൽ നിന്നും, ആ ഒരു പഴയ ഡൗട്ട് വെച്ചിട്ട് ഇപ്പോഴുള്ള ആ ഒരു ഡൗട്ടിൻ്റെ എനർജിയിൽ നിൽക്കരുത്. അവിടെ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കുള്ള കൺഫർമേഷനാണ്. അതായത് നിങ്ങൾക്ക് എന്താണോ ശരിയായിട്ടുള്ളത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഈ ഒരു വ്യക്തിയോടൊപ്പം നിന്ന ആ ഒരു തേർഡ് പാർട്ടി ആരായാലും ആ ഒരു തേർഡ് പാർട്ടിയും ഈ വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു കാർമിക് സൈക്കിള് അത് ഓൾറെഡി അവസാനിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. പക്ഷേ എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്കും തമ്മിലുള്ള ആ ഒരു സമയം ആകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിലകം ആയിട്ടില്ല. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാക്കേണ്ടതുണ്ട്. അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെയും ഹാർട്ട് ചക്ര ഹീലാവേണ്ടതായിട്ടുണ്ട്.
അത് കഴിയുമ്പോഴായിരിക്കും ആ ഒരു ടൈം എത്തുന്നത്. ആ ഒരു ടൈമിലായിരിക്കും ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്കായാലും അവർക്കായാലും തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് നടക്കുന്നത് എന്താണോ നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് പോകുമ്പോൾ ശരിയായിട്ടുള്ളത്, ആ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത്. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു പാർട്ട്ണറാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല, അത് അവിടെ വെച്ച് തന്നെ എൻഡായി പോകും. പക്ഷേ അങ്ങനെയല്ല, ഒരു തേർഡ് പാർട്ടിയുടെ മാനിപ്പുലേഷനോ ബ്രെയിൻ വാഷിങ്ങോ കാരണം മാത്രമാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടൈം ആകുമ്പോൾ എല്ലാം പഴയതുപോലെ തന്നെയാകും. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ വ്യക്തിയുടെ കാർമിക് സൈക്കിള് അത് ഇതിനകം എൻഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹാർട്ട് ചക്രയെ ഹീലാക്കണം എന്നുള്ള തരത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജാണ് ഇവിടെ ലഭിക്കുന്നത്. കാരണം നിങ്ങൾ കടന്നുപോയ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും ബാധിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്രയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാക്കേണ്ടത് ആവശ്യമാണ്, ആ ഒരു ഡിവൈൻ ടൈം എത്രയും വേഗത്തിൽ എത്തുന്നതിനായിട്ട്. തേർഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർമ്മ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ അവരുടെ ജീവിതത്തിൽ സ്റ്റക്ക് എനർജീസ് വരുന്നതായിട്ടാണ് കാണുന്നത്, തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഏതൊക്കെയോ തരത്തിലുള്ള പൂർവികന്മാരുടെ ദോഷങ്ങൾ ഉള്ളതായിട്ട് കാണാം. അതുപോലെ ടോക്സിക് കാർമിക് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങൾ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അത് കൂടുതൽ മുന്നോട്ട് പോകില്ല എന്ന് കാണാം. ഈ രീതിയിലാണ് തേർഡ് പാർട്ടിയുടെ ലൈഫിലായാലും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിലായാലും ഒക്കെ സംഭവിക്കാൻ പോകുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള കർമ്മയുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഈ വ്യക്തികൾ കടന്നു പോകാനായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനകം കടന്നു പോയി തുടങ്ങിയിട്ടുണ്ടാകണം. എന്തു തന്നെയായാലും ഈ വ്യക്തികൾ പുറമേ കാണിക്കുന്നതല്ല ഇവരുടെ യഥാർത്ഥ സത്യം. ഇവർ പുറമേ ഒന്ന് കാണിച്ചിട്ട് ഇവരുടെ ഉള്ളിൽ ഇവർ തകരുന്നതായിട്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ മാനസികമായിട്ടുള്ളത് പതിയെ പതിയെ ഇവരിൽ ഉണ്ടാകുന്നതായിട്ട്, അതിൽ കൂടെ കടന്നു പോകുന്നതൊക്കെ ആയിട്ടാണ് ആ ഒരു ഹെവി കർമ്മയുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഡൗൺഫോളിൻ്റെ വളരെ ഹെവി ആയിട്ടുള്ള ഒരു എനർജിയാണ്. കാരണം ഇവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല, ഒരു സംരക്ഷണ വലയം 1% പോലും ഇവർക്ക് ചുറ്റും ഉള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കർമ്മയാണ് ഇവരെ തേടി എത്തുന്നത്. ഇവരെന്തൊക്കെ തരത്തിലുള്ള റിച്വൽസ് ചെയ്താലും, പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും ഇവർ കടന്നു പോകേണ്ടുന്ന ആ ഒരു കർമ്മത്തിൽ കൂടി അത് അനുഭവിച്ച് തന്നെ തീരുകയുള്ളൂ. അതായത് ചില കർമ്മങ്ങളുണ്ട്, ഒരു 2 കപ്പിൾസിനെ വേർതിരിപ്പിക്കുക, അവരുടെ ജീവിതം നശിപ്പിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ ഇല്ലാണ്ടാക്കുക, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ മാപ്പ് ആ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ലഭിക്കില്ല. അവർക്കും അതുപോലുള്ള കാര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരും. എത്രത്തോളം ചെയ്ത കർമ്മത്തിന് വേണ്ടിയിട്ട് മാപ്പ് അപേക്ഷിക്കാൻ നടന്നാലും, അതായത് അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും എന്ത് ചെയ്താലും അവർ ചെയ്ത കർമ്മം അവരും അനുഭവിച്ചേ അത് തീരുകയുള്ളൂ. അതാണ് ഇവിടെ കാണുന്നത്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.